എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്താണ്. എനിക്കപ്പോൾ തസ്നിയാണ്. കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ 6ാം റാങ്ക് നേടി, ഒരു വലിയ ഉയർന്ന റാങ്ക് നേടി, ഒരു വലിയ വിജയം കരസ്ഥമാക്കിയ ഞങ്ങളുടെ പ്രിയ ഉദ്യോഗാർത്ഥിയാണ്. നമുക്ക് തസ്നിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. തസ്നിയ, അപ്പോൾ ഒരു വലിയ വിജയമാണ് നേടിയത്. 6ാം റാങ്ക് എന്ന് പറയുന്നത് ചെറിയ ഇതല്ല, നല്ല റാങ്ക്. ഉടനെ അഡ്വൈസും ആവും, ഓക്കെ, ഒരു ജോലിയാവും. നമ്മുടെ ജോലിക്ക് വേണ്ടി പഠിച്ച് ജോലി കിട്ടാറായി. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിക്കട്ടെ, ഈ പഠനമൊക്കെ എവിടെയൊക്കെയായിരുന്നു? പഠനം എല്ലാം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. ഇവിടെ സ്കൂളിംഗ് ഒക്കെ നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലിക്ക് കയറി. ആയിട്ട് ജോലിക്ക് കയറി. ഓക്കെ, പിന്നെ 2 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് അതിനാണോ പഠിച്ചത്? ഫുഡ് സേഫ്റ്റി ഓഫീസറാണോ പഠിച്ചത്? ടെക്നിക്കൽ അസിസ്റ്റന്റ് തന്നെയാണ് പഠിച്ചു തുടങ്ങിയതല്ലേ? അപ്പം അതിന് FSOക്ക് നമ്മൾ നോക്കിയില്ലായിരുന്ന സമയത്ത് അപ്ലൈ ചെയ്തില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ടിയെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കാന്ന് കരുതി. അതെ. എനിക്ക് തോന്നുന്നു ഈ കെമിസ്ട്രിക്കാർക്ക് ഒരുപാട് പരീക്ഷകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഒരുപാട് PSCയുടെ പല പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറും ടെക്നിക്കൽ അസിസ്റ്റന്റ് പോലെ പരീക്ഷകൾ. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു പഠന രീതികൾ? എങ്ങനെയൊക്കെയായിരുന്നു പഠനരീതി? ആദ്യമൊക്കെ ഓഫീസിൽ നിന്ന് ഇരുന്ന സമയം ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എക്സാമിനോട് അടുത്തപ്പോഴേക്കും ഞാൻ കുറച്ച് ലീവ് എടുത്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു. അപ്പോഴാണ് ഞാൻ മാസ്റ്റർ കെ അക്കാഡമിയെ കുറിച്ച് അറിയുന്നതും ജോയിൻ ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റർ ഇൻ ലോ പുള്ളിക്കാരി ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി മാസ്റ്റർ കെ അക്കാഡമിയിലെ പഠിച്ച. അപ്പൊ അയിത്ത പറഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ സന്തോഷമുള്ള കാര്യം, ചേച്ചി അനിയത്തി MSc കെമിസ്ട്രി ആണല്ലേ? അപ്പം മൈക്രോബയോളജി ആണ്. ഓക്കെ. അപ്പോൾ ചേച്ചി മൈക്രോബയോളജി ആണ്, ഇദ്ദേഹം MSc കെമിസ്ട്രി ആണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ ഓഫീസിൽ നിന്ന് പഠിക്കുന്നു, കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ലീവ് എടുത്തു. അപ്പോൾ ഈ കൺഫർമേഷൻ ശേഷമാണ് സ്ട്രോങ് ആയത് കുറച്ചുകൂടെ? കൺഫർമേഷന് ശേഷമാണ് സ്റ്റഡി ടൈം കൂടിയത്. അല്ലാത്തപ്പോൾ ഫ്രീ കിട്ടുമ്പോഴൊക്കെ പഠിക്കുമായിരുന്നു. പിന്നെ ഓഫീസിൽ പോകുന്നോണ്ടുള്ള പരിമിതി ഉണ്ടായി. പക്ഷെ കൺഫർമേഷന് ശേഷം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? ഒരു ദിവസം 10 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. രാവിലെ പഠിത്തം തുടങ്ങി രാത്രിയും പഠിക്കുമായിരുന്നു. ഒരു 11 മണി. അതെ, അപ്പോൾ ജോലി കിട്ടണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പല ഉദ്യോഗാർത്ഥികളും ഉണ്ട്, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഒതുങ്ങി കൂടും. എന്തായാലും ഗവൺമെൻറ് ജോലി കിട്ടിയല്ലോ, അവിടെ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓൾറെഡി ഗവൺമെൻറ് ജോലി കിട്ടി, അത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടി, എന്നിട്ട് വീണ്ടും പഠിച്ചു, അതും 10 മണിക്കൂറോളം പഠിച്ചു. ഓക്കെ. അപ്പോൾ എന്നിട്ടാണ് അടുത്തതിന് ഒരു 6ാം റാങ്ക് നേടിയത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ കണ്ടിട്ട് ഷോർട്ട് നോട്ട് തയ്യാറാക്കും, അങ്ങനെയാണ് പഠിത്തമായിരുന്നു? എങ്ങനെയായിരുന്നു അത്? പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഞാൻ ഒരു കോച്ചിങ് അക്കാഡമി ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെയാണ് ഇതുപോലെ മാസ്റ്റർ കെ കുറിച്ച് ഞാൻ അറിയുന്നത്, എന്റെ സിസ്റ്ററിലോ പറഞ്ഞിട്ട് അറിയുന്നത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരുപാട് നോട്ട്സ് അവൈലബിൾ ആയിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് എഴുതിയെടുക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് പ്രിന്റ് എടുത്ത് പഠിക്കുമായിരുന്നു. അപ്പൊ എനിക്കൊരു ലാസ്റ്റ് ഒരു 2 മാസത്തെ പഠനത്തിൽ നിന്ന് തന്നെ എനിക്കൊരു 20+ മാർക്ക് മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്ലാസ്സസിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. അതെ. അപ്പൊ അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഒരുപാട് പ്രചോദനമാണ്. കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ വിശ്വസിച്ച് പഠിച്ചു, ഒരാളുടെ റെക്കമെൻഡേഷൻ കൂടെ ആണ്. ഒരാൾ പറഞ്ഞു ഇങ്ങനെ അക്കാഡമി ഉണ്ട്, അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു, ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്ത കുട്ടിക്കും ഒരു ഉപകാരപ്പെട്ടു. അപ്പോൾ ഉയർന്ന റാങ്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. നാളെ ഈ വീഡിയോ കാണുന്നവർക്കും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ കോഴ്സ് അതേ രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണം. ഒരു കുട്ടി പഠിക്കാൻ, വേറെ കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇദ്ദേഹം 10 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. വെറുതെ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, 10 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ച്, ഇപ്പം നോട്ട് എഴുതിയെടുക്കാൻ സമയമില്ലാത്ത നോട്ട് പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിച്ച്, അങ്ങനെ പഠിച്ചിട്ടാണ് ഇവരുടെ റാങ്ക് നേടിയത്. ഓക്കെ. ഇപ്പം ഇപ്പം എന്തായാലും ജോലി ഉറപ്പാണ്, അഡ്വൈസ് കിട്ടും. ഇനി എന്താണ് അടുത്തൊരു പഠിക്കുന്നുണ്ടോ? FSOക്ക് പഠിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡിന്റെ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട നല്ല പോസ്റ്റുകൾ വേറെ ഉണ്ടെങ്കിൽ അതിന് പഠിക്കാൻ തന്നെ. ലാബുകളിലേക്കൊക്കെ ഇനി ജോലി ശ്രമിക്കണമെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് ഫുഡ് അനാലിസിസിൽ തന്നെ പഠിക്കണം എന്നാണ് ആഗ്രഹം. എങ്ങനെയുണ്ട് വീട്ടിലെ സപ്പോർട്ടൊക്കെ? വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടില് ആദ്യം പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എനിക്ക് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ലീവ് എടുത്തിരുന്ന് പഠിച്ചപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുൾ സപ്പോർട്ട്. വേറെ അങ്ങനെ പിന്നെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡ് തൃപ്പൂണിത്തറ ബറ്റാലിയനിലെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതും ഒരു വലിയ കാര്യമാണ് കേട്ടോ. കാര്യം സാധാരണഗതിയിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരു ജോലി കിട്ടി, ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു ഹയർ ജോബ് അതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു ഉയർന്ന ജോലി കിട്ടാൻ സാധിച്ചത് അല്ലേ? ഓക്കെ. മാസ്റ്റർ കെ അക്കാഡമി പഠനം എത്രത്തോളം ഉപകാരപ്പെട്ടു?
എനിക്ക് ആദ്യം നോട്ട് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഫുഡിനെ കുറിച്ചുള്ള കണ്ടന്റ് ഇല്ലാത്തതിൻ്റെ. അപ്പോൾ കണ്ടന്റ് തേടിയുള്ളൊരു നടപ്പായിരുന്നു എനിക്ക്. പക്ഷെ മാസ്റ്റർ കെ അക്കാഡമിയിൽ ഒന്ന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തേടി നടക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. നോട്ട്സും കണ്ടന്റും ഒക്കെ എനിക്ക് ഒരുപാട് അവൈലബിൾ ആയി. പഠിച്ചാൽ മാത്രം മതി, കണ്ടന്റ് ഒരുപാട് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ എക്സ്റ്റെൻസീവായിട്ട് പഠിക്കും. ഇപ്പോൾ ആക്ടുകളുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യും. അതുവഴി എനിക്ക് എക്സാമിനേറെ മാർക്ക് എനിക്കത് സ്കോർ ചെയ്യാൻ പറ്റി. മാത്രം എനിക്ക് നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ആണല്ലേ, ഡെയിലി ഓരോ ദിവസം പഠിക്കാൻ ടോപ്പിക് ഡെയിലി എക്സാം ആയിരുന്നു. എക്സാം എഴുതുമ്പോഴേക്കും നമ്മൾ എത്രത്തോളം ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയൊക്കെ എനിക്ക് ബെനിഫിറ്റ് ചെയ്തു ഒരുപാട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഒരാൾ വന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ മാസ്റ്റർ കെ സജസ്റ്റ് ചെയ്യും അല്ലേ? ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. ഓക്കെ, സന്തോഷമാണ്. കാര്യം അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്. നമ്മുടെ പഠിച്ച കുട്ടികൾ തന്നെ ജോലി വാങ്ങുക, അവർ തന്നെ മറ്റുള്ളവർ പറയും ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, അവിടെ പഠിച്ച് ജോലി കിട്ടും, നിങ്ങൾ വേറെ ഒന്നും തേടി പോകണ്ട, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യകത ഉണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും അതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഇപ്പം ഒരാൾ ഇപ്പോൾ BSc കെമിസ്ട്രി ഒരാൾ അല്ലെങ്കിൽ MSc കെമിസ്ട്രി ഒരാൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏത് രീതി പഠിക്കണം? ഞാൻ പറഞ്ഞ കെമിസ്ട്രി ബേസ് കാര്യങ്ങളല്ല, ഇതിനകത്ത് നമുക്കറിയാം ഒരുപാട് അതർ സബ്ജക്റ്റ് പഠിക്കണം, ഫുഡ് ലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അത് എങ്ങനെ പഠിക്കുന്ന രീതി എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ളത് ഒരു ഉപദേശമായിട്ട് എങ്ങനെ പറയാൻ പറ്റും? എൻ്റെ ഉപദേശം ആദ്യം തന്നെ മാസ്റ്റർ കീ പോലൊരു കോച്ചിങ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുക. അവർ തരുന്ന നോട്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തുക. പിന്നെ കൺഫർമേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പഠിച്ചതൊക്കെ കൂടി ഒന്ന് നല്ല രീതിയിൽ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന റിവിഷൻ ചെയ്യുക. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യുക. എനിക്ക് ആദ്യമേ ഉണ്ടായൊരു ബുദ്ധിമുട്ട്, എനിക്ക് കണ്ടന്റ് തേടി നടന്നതിൻ്റെ ഒരുപാട് സമയം എനിക്ക് നഷ്ടമായി. പക്ഷെ അങ്ങനെ ഒരു അബദ്ധം വരാതെ എത്രയും പെട്ടെന്ന് ഒരു കോച്ചിങ് സെൻറ്ററിൽ മാസ്റ്റർ കീ പോലൊരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം. ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം കോമ്പറ്റീഷനൊക്കെ നല്ല രീതിയിലുള്ളത് കൊണ്ട് നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ഹാർഡ് വർക്ക് ചെയ്ത ജോലി കിട്ടും ഉറപ്പായിട്ട്. ഒരു 10 മണിക്കൂറോളം കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ കെ പോലൊരു സ്ഥാപനം ചൂസ് ചെയ്ത് പഠിച്ച് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്കുകൾ നിങ്ങൾ കേൾക്കണം. കാര്യം ജോലിയില്ല എന്ന് പറയുന്നവർ ഈ വാക്കുകൾ കേൾക്കണം. എങ്ങനെ? അദ്ദേഹം 10 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്നു, മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു, അങ്ങനെ പഠിച്ച് ഉറപ്പായിട്ട് ഉയർന്ന ഒരാൾക്ക് കിട്ടും. അപ്പോൾ തുടർന്നും ഒരു വലിയ വിജയം നേടട്ടെ, ഒരുപാട് പരീക്ഷകൾക്ക് ഇതേ കണക്ക് 1ാം റാങ്ക് ഉൾപ്പെടെ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ശരി.